നമസ്കാരം. ഒരു അട്ടർ ഇൻഫർമേഷൻ കെയോസ് എന്ന് പറയാവുന്ന ഒരു ദിനമാണ് ഇന്ന്. കാരണം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും പരസ്പര വിരുദ്ധമായിട്ടുള്ള മെസ്സേജുകളും സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് ഇന്ന് വന്നുകൊണ്ടിരുന്നത്. ഒരു അട്ടർ കൺഫ്യൂഷൻ, എന്താണ് സത്യം എന്താണ് സത്യമല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരവസ്ഥ തന്നെ എന്ന് പറയാം. I am reporting from the line that separates the SDF. I'm here at an open detail. Say they are here to fight for it. The cross-border shellings may have stopped, but this is a triangular spot which connects Israel, Lebanon and Syria. I'm standing in front of one of the Bamiyan. ദൂരദർശനിൽ ഇന്നൊരു ന്യൂസ് ഡിബേറ്റിൽ പങ്കെടുത്ത് ഗൾഫ് മുഴുവൻ ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് 48 മണിക്കൂർ ട്രംപിൻ്റെ ഡെഡ് ലൈൻ കാരണം എന്നൊക്കെ പറഞ്ഞ ചർച്ച അവസാനിപ്പിച്ച് പുറത്തു കടന്നതിന് ഉടനെ ശേഷമാണ് ഞാൻ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ലേറ്റസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണുന്നത്. 48 മണിക്കൂർ ഡെഡ് ലൈൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് ഏകപക്ഷീയമായി ട്രംപ് അനൗൺസ് ചെയ്യുകയാണ്. മാത്രമല്ല, അദ്ദേഹം അവകാശപ്പെടുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇറാനുമായി വലിയ തോതിൽ നല്ല തരത്തിലുള്ള ചർച്ചകൾ നടത്തി. വെരി ഗുഡ്, കൺസ്ട്രക്റ്റീവ് ആൻഡ് വെരി പ്രൊഡക്റ്റീവ്, ഈ 3 വാക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലുള്ള തങ്ങൾ തമ്മിലുള്ള എല്ലാ ശത്രുതയും പറഞ്ഞു തീർക്കാൻ പാകത്തിനുള്ള പോലെ അത്രയും നല്ല ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 5 ദിവസങ്ങളിൽ ഇറാനിൻ്റെ പവർ ആൻഡ് എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് മീതെയുള്ള അറ്റാക്കുകളെല്ലാം തന്നെ നിർത്തിവെക്കാൻ, 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ താൻ US മിലിറ്ററിക്ക്, വാർ ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ പെട്ടെന്നൊരു സമാധാനത്തിൻ്റെ വെളിച്ചം വീശിയ ഒരു ഫീലാണ് ഗൾഫ് മുഴുവനും. 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൻ്റെ പവർ പ്ലാന്റുകളെല്ലാം തുടച്ചു നീക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി മുഴക്കിയ അതേ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു ഒലിവ് ബ്രാഞ്ച് നീട്ടിയ തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. യുദ്ധം സമാധാനത്തിൻ്റെ ഒരു വഴിയിലേക്ക് നീങ്ങാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യാശയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാനായി. പക്ഷേ മിനിറ്റുകൾക്കകം ഇറാനിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കടകവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൻ്റെ സ്റ്റേറ്റ് മീഡിയ, സ്റ്റേറ്റ് TV ഒക്കെ വിദേശകാര്യ മന്ത്രാലയത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അമേരിക്കയുമായി ഇങ്ങനൊരു ചർച്ചയെ ഇറാൻ നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പൂർണ്ണമായും ട്രംപ് പറഞ്ഞത് മുഴുവൻ തള്ളിക്കളയുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രി അറഗ്ചിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ട്വീറ്റോ സോഷ്യൽ മീഡിയ പോസ്റ്റോ കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ് മീഡിയ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്നത്. മാത്രമല്ല, അവർ പറയുന്നത് ഇത് ട്രംപിൻ്റെ ഒരു അടുത്തൊരു നയമാണ്. കാരണം ഒരു അടവാണ്. അദ്ദേഹം ഹീസ് ട്രൈങ് ടു ബൈ ടൈം, സമയം വാങ്ങിക്കാനും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരു സമയം കണ്ടെത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇറാൻ മീഡിയ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ട്രംപിൻ്റെ ഈ എസ്കലേഷൻ മെസ്സേജ് വരുന്ന അതേ സമയത്ത് തന്നെ ഇസ്രയേലി മിലിറ്ററിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നോക്കിയാൽ അവർ പറയുന്നത് വലിയ ഒരു ന്യൂ വേവ് ഓഫ് എയർ സ്ട്രൈക്സ് തന്നെ അവർ ഇറാന് നേരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇറാനിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, എന്ത് തരം ഇൻഫ്രാസ്ട്രക്ചറാണ് എന്ന് ഈ IDF ഇസ്രയേലി മിലിറ്ററി വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇറാനിയൻ റെജീമിനെ ടാർഗറ്റ് ചെയ്യുന്ന, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, എയർ സ്ട്രൈക്കുകൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇസ്രയേലിൻ്റെ മിലിറ്ററി വ്യക്തമാക്കുന്നു. അപ്പോൾ ഇറാൻ ഈ ട്രംപിൻ്റെ എല്ലാ പ്രസ്താവനകളും തള്ളിക്കളയുന്നു. അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാനത്തിൻ്റെ എസ്കലേഷൻ്റെ ഭാഷ സംസാരിക്കുന്നു. അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ യുദ്ധം ചെയ്യുന്നത്. ഇസ്രയേൽ ഒരു എസ്കലേഷൻ്റെ ഭാഷയും പറയുന്നു. ടോട്ടൽ കൺഫ്യൂഷൻ അല്ലേ ഇത്? ഈ ഒരു ഇൻഫർമേഷൻ കെയോസ്, നമ്മൾക്കിത് എങ്ങനെയാണ് ഇതിനകത്ത് നെല്ലും പതിരും തിരിച്ചറിയേണ്ടത് എന്ന് നിൽക്കുന്ന സമയത്താണ് ട്രംപിൻ്റെ ഒരു വീഡിയോ മെസ്സേജ് പുറത്തു വരുന്നത്. ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ആണ് ഫോക്സ് ന്യൂസ് വെളിപ്പെടുത്തുന്നത്. ആ ഒരു വലിയ വീഡിയോ മെസ്സേജിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിലും വലിയ ക്ലെയിമുകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപ് ആദ്യമായി പറയുന്നത് 15ഓളം പോയിന്റുകളിൽ ഇറാനും അമേരിക്കയും ഇപ്പോൾ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരുടെ ചർച്ചയിൽ.
ഇറാനിലെ വലിയൊരു സീനിയർ നേതാവായാണ് ഞാൻ ചർച്ച ചെയ്തത് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. പേര് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അത് സുപ്രീം ലീഡർ മൊജ്തബ ഖമേനിയെ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ സുപ്രീം ലീഡർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം കൊല്ലപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഈ 15 പോയിന്റിൽ രണ്ടുപേരും ഒന്നിച്ച് ഒരു അനുകൂലമായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇറാൻ വോൺസ് എ ഡീൽ, ഇറാൻ ഒരു ഡീല് വേണം, അമേരിക്കയ്ക്കും ഒരു ഡീല് വേണം, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡീല് വേണം. എന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന ക്ലെയിമുകൾ എന്ന് നോക്കൂ. ഒന്ന്, ഇറാൻ കംപ്ലീറ്റ്ലി ന്യൂക്ലിയർ അല്ലാതാകും, മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ടാകും, അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് മുഴുവനും ഇറാൻ നിർത്താമെന്ന് സമ്മതിച്ചു എന്ന് ട്രംപ് പറയുന്നു. അതിലും ഞെട്ടിക്കുന്ന വസ്തുത അദ്ദേഹം പറയുന്നത് ഒരു റെജീം ചേഞ്ചിന് വരെയുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തി, വെനിസ്വേലയിലുള്ളതുപോലെ പുതിയൊരു നേതാവിനെ ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്, ഇതൊരു ജോയിൻറ്റ് എഗ്രിമെൻറ്റ് പോലെയുള്ള ഒരു തീരുമാനമായിരിക്കും എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇനി യുദ്ധം, ഏത് ദിശയിലേക്കാണ് പോകുന്നത്, ഇറാൻ ഇതിനെ എങ്ങനെയാണ് ഇനിയുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്നതെന്ന് നാം ഇപ്പോൾ നോക്കിക്കാണുന്നു. ഏത് നിമിഷവും ഏത് സെക്കൻഡിലും വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നാം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പശ്ചിമേഷ്യ വളരെ ഒരു വോളറ്റൈൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത്. പക്ഷെ നോക്കൂ, ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ മാത്രമല്ല, യുദ്ധത്തിൻ്റെ വാർത്തകൾ തന്നെ വളരെ അൺസ്റ്റേബിൾ ആൻഡ് വോളറ്റൈൽ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരു കംപ്ലീറ്റ് ഒരു ഇൻഫർമേഷൻ വാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇൻഫർമേഷൻ ഫോഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പുകമറ. സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആകെ പ്രതീക്ഷയ്ക്ക് വകയുള്ളത്, ഇത്രയും ദിവസം നാം വീഡിയോ ചെയ്തപ്പോൾ എല്ലാം സംസാരിച്ചിരുന്നത് പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടോ, യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ട്രംപ് മുന്നിലേക്ക് വെച്ച ഈ ആദ്യത്തെ ഒരു മെസ്സേജിൽ ഈ 5 ദിവസത്തേക്ക് എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ ടാർഗറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതൊരു ഓഫ് റാമ്പാണ്, അതൊരു ഡി എസ്കലേഷൻ മെസ്സേജാണ്. ഒരു ഒലീവ് ബ്രാഞ്ച് നീട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം എന്തുമായിക്കോട്ടെ, ട്രംപ് ട്രാപ്ഡാണ്, ട്രംപ് തോൽവി സമ്മതിക്കുന്നതാണ് എന്നൊക്കെ ഇറാൻ മീഡിയകൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഡി എസ്കലേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കും, ഇത് മുന്നോട്ട് പ്രസിഡന്റ് ട്രംപ് വിചാരിക്കുന്ന ദിശയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കിക്കാണാം. പക്ഷേ ഇന്ന് വളരെ ഇടിയും മഴയും ഒക്കെയുള്ള ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു ദിവസത്തിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു റേ ഓഫ് സൺലൈറ്റ്, ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു ദിവസം ഇന്ന് അങ്ങനെയുള്ളൊരു വാർത്തയാണ് വന്നത്. ദോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കെയോട്ടിക്, നമുക്ക് ധാരാളം കൺഫ്യൂഷൻസ് നിൽക്കുന്നു. ഇതൊക്കെ മുന്നിൽ വെച്ച് തന്നെ പറയട്ടെ, മേ ബി ദർ ഇസ് എ ലിറ്റിൽ ഹോപ്പ് ദാറ്റ് നമുക്ക് ഈ സമാധാനത്തിലേക്ക് തിരിയാനുള്ള ചെറിയൊരു തുരുത്ത് കാണുന്നു എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് അഞ്ജന ശങ്കർ സൈനിങ് ഓഫ്. ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു. ബൈ.